ഒരു ദിവസം ഒരു വലിയൊരു സംഭവം ഉണ്ടായി. എന്നും പള്ളിയിൽ വരുന്ന ഒരു ചേച്ചിയുടെ ഭർത്താവ് വലിയ കുടിയനായിരുന്നു. പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എന്നും കുനിച്ച് നിർത്തി നല്ല ഇടിയിടിക്കും. അങ്ങനെ ഒരു ദിവസം ഇയാൾ പറഞ്ഞു, ഇനി നീ ഒരിക്കൽ പോലും പള്ളിയിൽ പോകാൻ പാടില്ല. അവൾ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകും. എന്നാ നിന്നെ ഞാൻ കൊല്ലും. അവൾ പറഞ്ഞു, കൊന്നോളാൻ പറഞ്ഞു. പിറ്റെന്നും ഈ ഭാര്യ പള്ളിയിൽ പോയി, പാവം എല്ലാം നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇയാൾ ദുഷ്ടനായിരുന്നു, ഇടിച്ച് ചമ്മന്തിയാക്കും. പിറ്റേ ദിവസം ഈ ഭാര്യ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഈ ദുഷ്ടനായ ഭർത്താവ് ഒരു കത്രി എടുത്ത് മുടിയെല്ലാം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. ഷേപ്പ് ബാർബർ ഷോപ്പിൽ പോയി വെട്ടുന്ന പോലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ വെട്ടി ഷേപ്പ് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നാളെ നീ പള്ളിയിൽ പോകുന്ന എനിക്കൊന്ന് കാണണി എന്ന് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. പെണ്ണുങ്ങൾക്കൊരു ഗുണമുണ്ട്, തലമൂടി പള്ളിയിൽ പോവാം, ആരും അറിയല. ആണുങ്ങളാണ് കുഴഞ്ഞു പോകും. അവൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഉടുപ്പൊക്കെ എടുത്തിട്ട് തലയിലോട്ടൊരു തുണിയും ഇട്ട് പള്ളിയിൽ പോയി. പക്ഷെ പള്ളിയിലിരുന്ന അവൾ നിലവിളിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും കർത്താവേ? പള്ളിയിൽ പോകുമ്പോൾ ഈ തുണി ഇട്ട് വരാം, പുറത്ത് ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് കുർബാന കഴിഞ്ഞപ്പോൾ അവൾ മേടയിൽ പോയി ഫാദർ ആന്റണിയെ കണ്ടു. കുർബാന കഴിഞ്ഞിട്ട് ഫാദർ ആന്റണി, നമ്മുടെ അന്തോണിസ് പുണ്യാളൻ, 30 വയസ്സേ ഉള്ളൂ, അച്ഛൻ കൊച്ചച്ഛനാണ്. അച്ഛൻ അവിടെ ഇരിക്കുകയാണ്, ഒരു കപ്പൂച്ചൻ അച്ഛൻ. ഇവളെ എന്നിട്ട് ഇവളുടെ സ്കാർഫ് എടുത്തു മാറ്റി. എന്നിട്ട് പറഞ്ഞ, അച്ഛാ ഇത് കണ്ടോ? ഫാദർ ആന്റണി ചോദിച്ചു, മോളെ നിന്റെ മുടിക്ക് ഇതെന്ത് പറ്റി? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെവിടെ കൊണ്ടുപോയി വെട്ടി? അപ്പൊ പറഞ്ഞു, വെട്ടിയതല്ല, വെട്ടിച്ചതല്ല, എൻ്റെ ഭർത്താവ് കുത്തി ഇളക്കി മറിച്ച് കളഞ്ഞതാണ്. കാര്യമെല്ലാം കൂടെ പറഞ്ഞു കൊടുത്തു. ഫാദർ ആന്റണിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അദ്ദേഹം പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ, അവിടുത്തെ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കാനാണല്ലോ ഈ മകൾ ഓരോ പ്രഭാതത്തിലും ദിവ്യബലിക്ക് വരുന്നത്. പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഇവൾക്ക് നഷ്ടപ്പെട്ടത് ഇവളുടെ മുടിയാണല്ലോ. ഇവൾ അപമാനിക്കപ്പെട്ടിരിക്കുന്ന കർത്താവേ, ഇവൾ അപമാനിക്കപ്പെടാൻ പാടില്ല, ഇവൾ ബഹുമാനിക്കപ്പെടണം. കാരണം ഇവൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനാണ് എന്നും പള്ളിയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ അഭിഷേകം നിറഞ്ഞ കരം ഈ മകളുടെ പുറത്തോട്ട് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, മുടി നേരത്തെ ഉണ്ടായിരുന്നത്രയും ഉണ്ടാകട്ടെ. ഒരു കിരികിരാ ശബ്ദം കേട്ടു. കിരികിരി 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 ശബ്ദത്തോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന മുടി പോലെ മുടി വളർന്നു വന്നു. വിശുദ്ധ അന്തോനീസിനെ നമ്മൾ വിളിക്കുന്നത് അത്ഭുത പ്രവർത്തകൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രോഗശാന്തി വരത്തേക്കാൾ കൂടുതൽ വെളിപ്പെട്ട വരമാണ് അത്ഭുത പ്രവർത്തന വരം. നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വരമാണ്, പക്ഷെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം വാരിക്കോരി സാമ്പാർ ഒഴിക്കുന്ന പോലെ കൊടുത്തു. ഇഷ്ടം പോലെ ഈ വരം പ്രവർത്തിച്ചു, പലതരത്തിലും ദൈവം പ്രവർത്തിച്ചു. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ സ്ത്രീയുടെ മുടി നേരത്തെ പോലെയായി. അവൾക്ക് വലിയ സന്തോഷമായി. അവൾ വീട്ടിലോട്ട് ചെന്നു. വൈകുന്നേരം ഭർത്താവ് 4 കാലിൽ വരികയാണ്. വന്ന പാടനെ ചോദിച്ചു, നീ വിഗ് വെച്ചാടി എന്ന് ചോദിച്ചു. എന്ന് വെച്ചാ ഇവളുടെ മുടി നേരത്തെ എത്ര ആയി നിൽക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ഞാൻ മുടി വെട്ടിക്കളഞ്ഞപ്പോ നീ വിഗ് വെച്ച് പള്ളിയിൽ പോയല്ലേ? നാടകക്കാരെ കണ്ട് നീ കള്ളമുടി വെച്ചിട്ട് പള്ളിയിൽ പോയില്ലടി, കാണിച്ചുതരാം നിന്റെ വിഗ്. അങ്ങനെ മുടിയിൽ പിടിച്ച് ഇയാൾ ഒരൊറ്റ വലിച്ചത്. ഇയാൾ വിചാരിച്ചത് ഈ വിഗ് കയ്യിലിരിക്കുമെന്ന്. പക്ഷേ പാവം ഭാര്യ കമുന്നടിച്ച് താഴോട്ട് വീണു. അപ്പൊ ഇയാൾ താഴെ ഇട്ട് ചവിട്ടിയിട്ട് ഈ മുടി വലിച്ചു പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് രക്തം വരുന്നത് ഇയാൾ കണ്ടു. ഇവള് കടന്ന് നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ ഈ മുടിയിലെ പിടുത്തം വിട്ടിട്ട് ചോദിച്ചു, സത്യം പറ, നിനക്ക് എന്താണ് സംഭവിച്ചത്? ഇത് വൈപ്പ് മുടിയല്ല, ഇന്നലെ ഞാൻ നിന്റെ മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞതാ. നിനക്ക് എന്താ സംഭവിച്ചത്? സത്യം പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അച്ചായ, ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയതിനു ശേഷം കർത്താവിന്റെ മുമ്പിൽ ഒത്തിരി ഇരുന്ന് കരഞ്ഞു. അതിനുശേഷം കർത്താവിന്റെ അഭിഷിക്തനായ ആന്റണി അച്ഛനെ കാണാനായിട്ട് പോയി. അദ്ദേഹം കണ്ണുനീരോടുകൂടി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുടി വളർന്നതാന്ന് പറഞ്ഞു. ഉടനെ ഇയാള് 2 കൈയും കൂടെ നെഞ്ചത്തിട്ട് അടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അപ്പൊ നീ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? ഞാനോർത്ത് നീ ഒരു കഥയായിരിക്കുമെന്നാ വിചാരിച്ചത്. അപ്പൊ നീ സത്യമായിരുന്നല്ലേ? എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അയാൾ മുട്ടിന്മേൽ നിന്നിട്ട് പെട്ടെന്ന് ഉടുപ്പെടുത്തിട്ടിട്ട് അയാൾ പള്ളിയിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ആന്റണി അച്ഛനോട് കർത്താവ് പറഞ്ഞിരുന്നു, അവൻ കുമ്പസാരിക്കാൻ വരും, നീ എങ്ങും പോകരുത്. അങ്ങനെ മേടയുടെ മുമ്പിൽ തന്നെ ഫാദർ ആന്റണി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഓടി വന്ന് അന്തോനീസ് പുണ്യാളുടെ കാലുകളിലേക്ക് വീഴുകയാണ്. അച്ഛാ, ഈശോ ഒരു കഥയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അത്ഭുതം ഞാൻ കണ്ടു. എൻ്റെ കർത്താവ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. അദ്ദേഹം നല്ലൊരു കുമ്പസാരം നടത്തുകയും കർത്താവിൻ്റെ മകനായിട്ട് അന്ത്യം വരെ ജീവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹാൻഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത്, ഞാൻ 1ാം വർഷം പഠിക്കുന്ന സമയത്ത്
ജോസഫ് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അന്ന് 5ാം വർഷം പഠിക്കുകയാണ്. അദ്ദേഹമാണ് കോളേജ് യൂണിയൻ ചെയർമാൻ. നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ആള് നിരീശ്വരവാദിയാണ്. ഒരു രക്ഷയില്ല. നിരീശ്വരവാദിയായിട്ട് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് നല്ല കുട്ടിയാണ്, എല്ലാവരെയും സഹായിക്കും, ആരെയും റാഗ് ചെയ്യത്തില്ല, സ്നേഹമാണ്, പക്ഷെ ദൈവവിശ്വാസം ഇല്ല. അങ്ങനെ അദ്ദേഹം ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലെ സിസ്റ്റർ ഡാഫിനിയും ടീമും ധ്യാനിപ്പിക്കാനായിട്ട് കടന്നു വന്നു. അപ്പൊ ഇദ്ദേഹം EK നായനാറിനെ കാണാനായിട്ട് അവിടെ പോയതാണ്. കോളേജ് യൂണിയൻ പ്രസിഡന്റാണ്. EK നായനാറിനെ കാണാനായിട്ട് തിരുവനന്തപുരം വരെ ചെന്നതാണ്. അന്ന് ചീഫ് മിനിസ്റ്ററായിട്ട് ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആരോ പറഞ്ഞു, എടാ ഒരു സിസ്റ്ററും ടീമും ഇവിടെ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പൊ ജോസഫ് ലൂക്കോസ് പറഞ്ഞേ, ഞാനൊന്നും പരത്തുന്നില്ല, എനിക്ക് വിശ്വാസമില്ല. അപ്പൊ പറഞ്ഞില്ല, 5 മിനിറ്റ് വന്നാൽ മതി, നീ പിന്നെ പോകണ്ട, ധ്യാനം ഒന്നും കൂടണ്ട. അങ്ങനെ ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ച് ഈ ധ്യാനം നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ സിസ്റ്റർ ഡാഫിനി ക്ലാസ് എടുത്തിട്ട് പുറത്തോട്ട് വരികയാണ്. അപ്പൊ ഈ കൂട്ടുകാരൻ പറഞ്ഞു, സിസ്റ്ററെ, ഇതൊരു ദൈവവിശ്വാസമില്ലാത്ത യുവ ഡോക്ടറാണ്, ധ്യാനം കൂടാനൊന്നും പുള്ളിയെ കിട്ടത്തില്ല. പുള്ളിയുടെ തലയെ കൈവച്ച് ഒരു 2 മിനിറ്റ്, 5 മിനിറ്റ് പുള്ളി തല വച്ച് തരികയില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, മോനെ നീ മുട്ടുകുത്തുകയൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഇരിക്കണോ നിൽക്കണോ, ഞാൻ ഇരുന്നോളാം സിസ്റ്റർ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. സിസ്റ്റർ തലയിലോട്ട് കൈവച്ചു. പ്രിയപ്പെട്ടവരെ, വെറും 2 മിനിറ്റ് സിസ്റ്റർ പ്രാർത്ഥിച്ചുള്ളൂ. എന്ത് പറ്റുന്നറിയാവോ? ഇവന്റെ കണ്ണീന്ന് രണ്ടിന്നും കൂടെ കണ്ണുനീര് ഇങ്ങോട്ട് ഒഴുകുകയാണ്. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ മകന്റെ മേൽ അയക്കണമേ. ഒറ്റ പ്രാർത്ഥന, 1.5 മിനിറ്റ് പോലും നീണ്ടില്ല. ജോസഫിന്റെ 2 കണ്ണീന്നും കൂടെ കണ്ണുനീര് ചാടി. ജോസഫ് ലൂക്കോസ് അവിടെ നിന്ന് എഴുന്നേറ്റത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ പറഞ്ഞു, സിസ്റ്ററെ, സിസ്റ്റർ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ഒരു 110 kV ലൈനിൽ തൊട്ടതുപോലെ കറന്റ് അടിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് യേശുവിനെ വേണം. ഇന്ന് ഡോക്ടർ ജോസഫ് ലൂക്കോസ് ദുബായിലുണ്ട്. അദ്ദേഹം അവിടെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, അനേക വേദികളിൽ പ്രസംഗിക്കുന്നു. ഡോക്ടർ ബാലു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം മാനസാന്തരപ്പെടുന്നത് സിസ്റ്റർ ഡാഫിന് 2 മിനിറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ജോസഫ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ മീ. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൾ എൻ്റെ മേൽ കരം വെച്ചപ്പോൾ സ്വർഗത്തിലെ പിതാവിന്റെ കരം എൻ്റെ മേൽ വന്നു. ഡോക്ടർ ജോൺ, ഞാനൊരു ധ്യാനം കൂടി അല്ല മാനസാന്തരപ്പെട്ടത്, 1.5 മിനിറ്റ് നീളുന്ന ഒരു കൈവപ്പിലൂടെയാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, അങ്ങയുടെ കരം എൻ്റെ മേൽ വരണമേ, അങ്ങയുടെ കരം എൻ്റെ മേൽ വരണമേ. 4-മതായിട്ട് യാബസ് പ്രാർത്ഥിച്ചു, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. 91-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാബസ് 4-മതായിട്ട് ചോദിച്ച കാര്യം എന്ന് പറയുന്നത് സംരക്ഷണമാണ്. ദൈവത്തിന്റെ സംരക്ഷണം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഫാദർ ആർമണ്ടിനെ പരിചയം ഉണ്ടായിരിക്കും. ഇരിട്ടി ധ്യാന കേന്ദ്രത്തിലായിരിക്കും അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു കപ്പുച്ചൻ വൈദികനാണ്. അച്ഛൻ ആദ്യം ശുശ്രൂഷ ചെയ്തിരുന്നത് ഭരണങ്ങാനത്തെ അസീസിയിലാണ്. അവിടെ അച്ഛൻ ശുശ്രൂഷ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന 4 ചേച്ചിമാർ അവിടെ ഉണ്ടായിരുന്നു ടീമിൽ. അവർ 4 പേരും കൂടി ഇരുന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചേച്ചി ഒരു ദർശനം കാണുകയാണ്. നമ്മുടെ അൽഫോൻസാമയുടെ അടുത്തേക്ക് പോകുന്ന മേരിഗിരി ഹോസ്പിറ്റലിന്റെ വളവിൽ വെച്ച് 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ഈ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ അകത്തിരിക്കുന്ന ആർമണ്ട് അച്ഛൻ തെറിച്ച് താഴെ വീണിട്ട് വേറൊരു പ്രൈവറ്റ് ബസ് അച്ഛൻ്റെ വയറിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി അച്ഛൻ മരിച്ച് റോഡിൽ കിടക്കുന്ന ഒരു ദർശനം. ഇവർ 4 പേര് പേടിച്ചുപോയി. ഇവർ പറഞ്ഞു, അയ്യോ, നമ്മുടെ അച്ഛൻ വണ്ടി ഇടിച്ച് മരിക്കാൻ പോവാണ്. എന്നിട്ട് ഇവർ 4 പേരും കൂടെ പറഞ്ഞു, കർത്താവ് ഇത് നമ്മളെ കാണിക്കുന്നത് എന്തോ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവര് 4 പേരും കൂടെ ദിവസം 153 മണിക്ക് വന്നു. അവരത് ചൊല്ലി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോ ഇവർ 4 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത ദർശനം ഉണ്ടായി. 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അച്ഛൻ തെറിച്ച് താഴേക്ക് വീഴുന്നു. ഈ സമയത്ത് ആകാശത്തുനിന്ന് 3 ട്യൂബ് ലൈറ്റുകൾ പാഞ്ഞു വരുന്നു. അത് അച്ഛൻ്റെ 3 ഭാഗത്താട്ട് നിൽക്കുന്നു. പ്രൈവറ്റ് ബസ് വന്ന് അച്ഛൻ്റെ ലോഹ മാത്രം കീറുന്നു. അച്ഛൻ പൊടിയൊക്കെ തട്ടി എഴുന്നേറ്റ് പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ദൈവം ഇടപെടും. ആരാണ് ഈ 3 ട്യൂബ് ലൈറ്റ്?
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആർമണ്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഇങ്ങനെ 1 മാസം മുമ്പ് ഒരു ദർശനം ഉണ്ടായി, ഇപ്പൊ വീണ്ടും കർത്താവ് ഒരു ദർശനം തന്നു, അച്ഛൻ സൂക്ഷിക്കണം കേട്ടോ. അച്ഛൻ പറഞ്ഞു, ഞാനും പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 2 ആഴ്ച കടന്നുപോയി. അച്ഛൻ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് കൃത്യം മേരിഗിരി ഹോസ്പിറ്റലിന്റെ വളവിൽ വെച്ച് 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ബസ് സ്റ്റോപ്പിന്റെ മുൻപിലാണ്. ആർമണ്ടച്ഛൻ തെറിച്ച് താഴെ വീണു. ആളുകളെല്ലാം നിലവിളിക്കാണ്, അച്ഛൻ ഇപ്പം മരിക്കും. കാരണം മറ്റേ പ്രൈവറ്റ് ബസ് വയറ്റിലോട്ട് ടയർ കയറാൻ പോവുക. ആളുകളെല്ലാം കണ്ണു പൊത്തിക്കളഞ്ഞു. പക്ഷേ ആ ബസ് ലോഹ മാത്രം കീറിയിട്ട് അവിടെ നിന്നു. ആരും ട്യൂബ്ലൈറ്റ് കണ്ടില്ല. കാരണം അദൃശ്യനായ ദൈവം അദൃശ്യമായി തന്നെ അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ! പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അച്ഛൻ്റെ ലോഹ മാത്രം കീറി അച്ഛൻ അവിടെ നിന്ന് പൊടിയും തെറ്റി എഴുന്നേറ്റ് പോയി. പിന്നീട് അച്ഛൻ വളരെയേറെ വർഷങ്ങൾ വാർദ്ധക്യത്തിലെത്തുന്നത് വരെ ഇരിട്ടി ധ്യാന കേന്ദ്രത്തിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഞാനിത് പറയുന്നത് നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ദൈവത്തിന്റെ ജനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ! ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ!